ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മീൻകറിയുടെ വീഡിയോ ആണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് വെച്ചൊരു നാടൻ മീൻകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 അയിലയാണ്. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 4 സ്പൂണ്, ചെറിയ സ്പൂണാണ്, 4 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചെറിയ തീയിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. പൊടിയൊക്കെ കരിഞ്ഞു പോവാതെ രീതിയിൽ തന്നെ ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിന് 3 സ്പൂണ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇത് ചൂടാക്കി എടുക്കാം. ചൂടാറിയതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പൊടി ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുത്ത അരപ്പ് ഞാനിനി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 2 മുരിങ്ങയ്ക്കായും തക്കാളിയും 2 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക പുളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് ചാറൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല എരിയും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. ഈ രീതിയിൽ നിങ്ങൾ മീൻകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.